ഇന്ന് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സമൂഹ ജീവികളായിരിക്കുന്ന നാം ഓരോരുത്തരും സ്വപ്നം കാണുന്നത് നല്ലൊരു തലമുറയെയാണ്. പക്ഷെ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു കാലഘട്ടത്തിലുള്ള തലമുറകളെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും മനസ്സ് ഭയത്തോടു കൂടിയാണ് അതിനെക്കുറിച്ച് ചിന്തിക്കാറും അതിനെക്കുറിച്ച് കാണാറുള്ളത്. കാരണം ഓരോ ദിവസം പത്രങ്ങളിലാകാം, അഥവാ TV-യിലാകാം, ന്യൂസുകളിലൂടെ ആകാം, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകൾ, ചുറ്റുപാടും കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. ഒരു മൊബൈൽ മേടിച്ച് തന്നില്ല എന്നുള്ള പേരിൽ അച്ഛനെ കൊല്ലുന്നതായും, അഥവാ മൊബൈൽ റീചാർജ് ചെയ്ത് തന്നില്ല, നെറ്റ് റീചാർജ് ചെയ്ത് തന്നില്ല എന്ന് പറഞ്ഞ് അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന വാർത്തകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ഇപ്പോൾ സ്വാഭാവികമായിട്ട് അച്ഛനമ്മമാർ ചിന്തിക്കും, ആ കുട്ടിക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാണെന്ന് പറയും. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കാൻ വിട്ടുപോകുന്ന കാര്യം. പൊതുവെ നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാറുണ്ട്, എനിക്ക് കിട്ടാത്തത് എന്തൊക്കെയുണ്ടോ അതൊക്കെ എൻ്റെ കുട്ടിക്ക് ഞാൻ നൽകണം, നേടിക്കൊടുക്കണം, അതിനുവേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ, എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഏതൊരു അച്ഛനമ്മമാരും തയ്യാറാവാറുണ്ട് അല്ലെ. പക്ഷേ എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചത് അതും കൂടി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധയുള്ളവരാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അശ്രദ്ധരായി പോകുന്നത്, നമ്മുടെ മനസ്സിൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്ത് എന്നത് പോലും നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. എനിക്കെൻ്റെ ജീവിതത്തിൽ എന്താണോ കിട്ടിയത് അത് കൊടുക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പൊ കിട്ടാത്തത് എന്ത്, എൻ്റെ ലൈഫിൽ കിട്ടാത്തത് എന്ത്, അതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്ക് വാരിക്കോരി കൊടുക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി ശുഭമായിരിക്കുന്ന ഒരു ഇച്ഛ തന്നെയാണ് അതെങ്കിലും, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പറയുമ്പോൾ പറയാറില്ലേ, ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു യൂണിഫോം എനിക്ക് ഉണ്ടാകാറുള്ളൂ, അതൊക്കെ ഞാൻ സ്കൂൾ വിട്ട് വന്ന് അത് അഴുക്കാണെങ്കിൽ അത് ഉടനെ അലക്കി തേച്ച് പിറ്റേ ദിവസം വീണ്ടും അത് തന്നെയാണ് ഇട്ടുകൊണ്ട് പോവാറുള്ളത്. അപ്പൊ എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരരുത്, അതുകൊണ്ട് ഒരു ജോഡിയല്ല, 2 ജോഡിയല്ല, 3 ജോഡി വേണമെങ്കിലും നമ്മൾ എത്ര ത്യാഗം ചെയ്തിട്ടാണെങ്കിലും മേടിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ട്. അതുപോലെ പലപ്പോഴും നമ്മൾ പറയും, കാലില് ചെരുപ്പിട്ട് നടക്കാൻ കൊതിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എത്ര ദൂരെയാ സ്കൂളെങ്കിലും കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകാറുണ്ടായത് അല്ലെ. കഷ്ടപ്പെട്ട് ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്നും ഭക്ഷണം കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെ പോകുന്ന കാലഘട്ടങ്ങളുണ്ടായി. ഇങ്ങനെ ഭൗതികമായിരിക്കുന്ന, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കുന്ന കാര്യങ്ങളുടെ അപ്രാപ്തി എന്താണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്, കിട്ടാതെ പോയത്. അപ്പൊ അതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്ക് നേടിക്കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ അച്ഛനമ്മമാര് കുട്ടികളെ ഒന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ അവർക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ മേടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും തെറ്റല്ല വാസ്തവത്തിൽ അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തില് അത് ആവശ്യം തന്നെയാണ്. അവർക്ക് യൂണിഫോം, അവരുടെ സമയത്തിനനുസരിച്ചുള്ള അവർക്ക് ഭക്ഷണം, കാര്യങ്ങള്, അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതായത് ആ പ്രായത്തിനനുസരിച്ച് അവർക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം ചെയ്തു കൊടുക്കുന്നതില് അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിലപ്പുറം നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇപ്പൊ പല അച്ഛനമ്മമാര്, ചിലപ്പോ പണം ഉള്ളവരും ഉണ്ട്, പണം ഇല്ലാത്തവർ, ഇപ്പൊ എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ അവർക്ക് പോക്കറ്റ് മണിയായി കൊടുക്കുന്നതും ഉണ്ട് അല്ലെ, മാസത്തിൽ ഇത്ര അല്ലെങ്കിൽ ഇത്ര, അപ്പൊ ഇത് എന്നുള്ളത്. അപ്പൊ ആ മാസത്തിന്റെ അല്ലെങ്കിൽ ഒരു പോക്കറ്റ് മണി എത്ര വേണം ആ കുട്ടിയുടെ കയ്യിൽ എന്ന് വെച്ചാൽ അത്ര മാത്രമേ ആവശ്യത്തിന് കൊടുക്കാവൂ. അമിതമായിട്ട് നമ്മൾ അതിലേക്ക് അവരെ അത്തരത്തിലുള്ള ഒരു ശീലം നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോൾ അതും കൂടെ ഒരു വഴിതെറ്റി പോകുന്നൊരു കാലഘട്ടമായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഇന്നൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ഏത് രീതിയിലുള്ള മൊബൈൽ ഫോൺ ആണോ വേണ്ടത് ആ രീതിയിലുള്ള മൊബൈൽ ഫോൺ ആവശ്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൻ്റെയും ആവശ്യം ഇന്നത്തെ കാലഘട്ടത്തിലില്ല അല്ലേ. അപ്പോ പല കാര്യങ്ങളിലും
നമ്മൾ എവിടെ എസ് പറയണോ കുട്ടികളുടെ കാര്യത്തില് അവിടെ എസ് പറയുക തന്നെ വേണം. എന്നാൽ എവിടെ നോ പറയണോ അവിടെ അച്ഛനമ്മമാർ തയ്യാറാകണം നോ എന്ന് പറയാൻ വേണ്ടി. ആവശ്യമില്ലാത്ത കാര്യത്തിനും കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണോ ചിന്തകൾക്കപ്പുറം നമ്മൾക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത അത്തരത്തിലുള്ള ദുർവ്യവഹാരങ്ങള് അഥവാ അത്തരത്തിലുള്ള ദൂഷ്യ സ്വഭാവങ്ങള്, അതുപോലെ അത്തരത്തിലുള്ള ക്രൈം ആയിരിക്കുന്ന പല കർമ്മങ്ങളും ഈ ടീനേജേഴ്സിലൂടെ അഥവാ നമ്മുടെ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു നിൽക്കാനേ പറ്റുകയുള്ളൂ, സാക്ഷ്യം വയ്ക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. കാരണം അവരെ പറഞ്ഞ് തിരുത്താനോ നമുക്ക് പറ്റുകയില്ല. എന്തെങ്കിലും അവർക്ക് ഉപദേശിച്ചാൽ അപ്പൊ ഉടനെ നമുക്കറിയാം അടുത്ത സ്റ്റെപ്പ് അവരെന്താ, ഒന്നില്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങുക ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെറിയ കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് എനിക്ക് കിട്ടിയത് അത് ഇന്നത്തെ തലമുറകൾക്ക് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, നമ്മുടെ ധർമ്മമാണത്. അപ്പൊ എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കേണ്ടത്? മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കുന്ന കംഫേർട്സ് നമ്മൾ എന്താണ് അവർക്ക് കൊടുക്കുന്നത്? അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര വേണോ അത്ര ഉപയോഗിക്കാൻ, അവർക്ക് അത്തരത്തിലുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന നല്ല രീതിയിൽ ചിന്തിക്കാൻ, നല്ല സംസ്കാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലയിടത്തും നമ്മൾ സംയമനം പാലിക്കേണ്ടടുത്ത് സംയമനം പാലിക്കാനും, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിയമ മര്യാദകളെ നമുക്ക് പാലിക്കാനും, നമ്മുടെ ജീവിതത്തിലെ പല ധാരണകൾ, അതായത് ചിട്ടകൾ എന്ന് നമ്മൾ പറയും, പല ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും, നമ്മുടേതായിരിക്കുന്ന സെൽഫ് സർവീസ് പറഞ്ഞാല് ആ കുട്ടിക്ക് എന്തൊക്കെ സ്വയം തൻ്റെ കാര്യം ചെയ്യാൻ പറ്റുമോ ആ സ്വയം കാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കി മാറ്റണം. ഇപ്പൊ ഉദാഹരണത്തിന് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ അവർ ഷൂ എവിടെ അഴിച്ചു വെക്കണം, സോക്സ് ഊരിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കഴുകാനുള്ളതാണെങ്കിൽ ഒരു സോക്സ് കഴുകാൻ ഏതൊരു കുട്ടിക്കും പറ്റും. ഇന്ന് ഏതൊരു കുട്ടിക്കും അവരവരുടെ വസ്ത്രങ്ങൾ പോലും കഴുകാനുള്ള പ്രാപ്തി അവർക്കുണ്ട്. ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കുട്ടികൾ പുസ്തകം ഒരു ഭാഗത്ത് വലിച്ചെറിയും, ഷൂ ഒരു ഭാഗത്ത്, സോക്സ്, ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ബെഡ്റൂം അവർ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം പൊതച്ച ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ, വിരിച്ച വിരികളെ നേരെയാക്കി വെക്കാൻ, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം. എഴുന്നേൽക്കുമ്പോൾ നല്ല ചിന്താഗതിയോടുകൂടി അച്ഛനമ്മമാരെ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ തൊഴുതുകൊണ്ട്, ഭഗവാന് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള്, അതുപോലെ അച്ഛനമ്മമാരെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാനും, അച്ഛനാണെങ്കിൽ അവർക്കും അവരുടെ ചില കാര്യങ്ങളിൽ സഹായം ചെയ്തു കൊടുക്കാനും, അതുപോലെ പല വീട്ടുകാര്യങ്ങളിലും അവരെ സഹായിയാക്കി ഈ എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനമ്മമാരിലുണ്ട്. കാരണം ഇത് പുറമെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ ഞാൻ അച്ഛനമ്മ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്തു കൊടുക്കേണ്ട, പഠിപ്പിച്ചു കൊടുക്കേണ്ട, അതായത് വീടാണ് ആദ്യത്തെ വിദ്യാലയം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ. അക്ഷരങ്ങൾ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, ആ അക്ഷരങ്ങളെ എവിടെ ഉപയോഗിക്കണം, എങ്ങനെ പ്രയോഗിക്കണം എന്നും കൂടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടേ. അപ്പൊ ജീവിതത്തിലെ അക്ഷരങ്ങള് ഈ ആയിരിക്കില്ലല്ലോ. അപ്പൊ ജീവിതത്തെ ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു രീതിയിലുള്ള തലമുറകളെ നമ്മൾ കണ്ട് സഹിച്ചിരിക്കാനേ പറ്റിക്കൂ, കണ്ണീരൊഴുക്കാനേ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുകയും, പലരും പറയാറുണ്ട് കുട്ടിക്കാലത്ത് എന്തിനാണ് ഈ ആധ്യാത്മികത? ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സംസ്കാരങ്ങൾ അല്ലെ, നമ്മുടെ ജീവിതത്തിന്റെ നൈജ്യമായിരിക്കുന്ന, അതായത് അതിനെ നമ്മൾ പറയും ദ ആർട്ട് ഓഫ് ലിവിങ്. നമ്മുടെ ജീവിതത്തിനൊരു കലയായി മാറ്റുക, നമ്മുടെ ജീവിതത്തിനൊരു സൗന്ദര്യം ഉണ്ടാക്കി മാറ്റുക, അല്ലെ, നമ്മുടെ ജീവിതത്തിനൊരു പ്രോഗ്രസ് ഉണ്ടാക്കി മാറ്റുക. അത് എപ്പോഴാണ് സാധ്യമാവുക? നമ്മുടെ ആന്തരിക ശക്തി നമ്മൾ ഉണരുമ്പോൾ, നമ്മൾ സത്യത, അതുപോലെ ദയ, സ്നേഹം,
ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ എപ്പോഴാണോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, സത്യം മാത്രം പറയാൻ പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എപ്രകാരമായിരിക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഒരു സ്പിരിച്വാലിറ്റി. ഒരു മനുഷ്യന്റെ സുഗന്ധം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ദ ഇന്നർ ബ്യൂട്ടി, അതായത് നമ്മുടെ ആന്തരിക സംസ്കാരത്തെ അഥവാ ആന്തരിക സ്വഭാവത്തെയാണ് പറയുക. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടത്. അതുകൊണ്ട് ആധ്യാത്മികത എപ്പോ മുതൽ പഠിക്കണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വയസ്സാകട്ടെ എന്ന്. സാധാരണ ഒരു പൊതുവെ ഒരു വാക്ക് പറയാറുണ്ട്, മരമായി വളർന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് വളയ്ക്കാനോ ഒടിക്കാനോ പറ്റുകയില്ല, അതായത് മോൾഡ് ചെയ്യാൻ പറ്റുകയില്ല, അല്ലേ? അപ്പോൾ കുഞ്ഞിലേ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ നൽകണം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രായമാകുന്നവരെ കാത്തിരിക്കരുത്. കുട്ടിക്കാലം മുതൽ തന്നെ ആ ആധ്യാത്മികതയുടെ ഊർജത്തെ, ശക്തിയെ, ആ വെളിച്ചത്തെ ഓരോ കുഞ്ഞു മനസ്സിലും നമുക്ക് കൊണ്ടുവരാൻ, നമുക്കതിനെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.